നമസ്കാരം. ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. എന്റെ പേര് നിഷാജ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വിട്ടയക്കുക എന്ന 7ാമത്തെ അധ്യായമാണ്. നമ്മുടെ ആദ്യത്തെ മലയാളം ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ലളിതമായതിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വിട്ടയക്കുക എന്ന് പറയുന്നത് ഒരു കവിതയാണ്. പ്രശസ്ത കവയിത്രി ബാലാമണിയമ്മ തയ്യാറാക്കിയിട്ടുള്ള മനോഹരമായതും എന്നാൽ ഒരുപാട് ചിന്തകൾക്ക് വിധേയപ്പെട്ടതുമായിട്ടുള്ള ഒരു കവിതയാണ് വിട്ടയക്കുക എന്ന് പറയുന്നത്. ഒരു കവി ആ ഒരു കവിയുടെ ചിന്തയിലേക്ക് ഈ ഒരു പ്രമേയം എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു കവിതയുടെ പ്രമേയം ആധാരമാക്കി നിരവധി എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്. പല കവിതകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കവിതാഭാഗമാണ്. അപ്പോൾ ആദ്യ ഭാഗങ്ങളായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് കവിതകളുടെ വരികൾ നമ്മൾ ചർച്ച ചെയ്യും. കവിതയ്ക്കുള്ളിലെ ആശയങ്ങൾ, അതോടൊപ്പം തന്നെ എന്റേതായിട്ടുള്ള വിശദീകരണങ്ങൾ, ഇവയെല്ലാം തന്നെ ആ ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അപ്പോ അത്തരത്തിലായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഈ പറഞ്ഞ ഓരോ വരിയും ആ വരിയുടെ ആശയങ്ങളും അതിനനുസരിച്ചുള്ള വിശദീകരണവും തുടർച്ചയായിട്ട് നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോ കവിതാഭാഗത്തേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിന്റെ ശീർഷകമാണ്. എന്താ ശീർഷകം? വിട്ടയക്കുക. ആ ഒരു ശീർഷകത്തിൽ തന്നെയുണ്ട് അല്ലെ, വിട്ടയക്കുക എന്നുള്ളതാണ് ശീർഷകം. അപ്പോൾ അവിടെ സൂചിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതോ അല്ലെങ്കിൽ അടിമത്തത്തിന് വിധേയമായിട്ടുള്ള ഒരാളുടെയോ ഒരു വ്യക്തിയുടെയോ അതല്ലെങ്കിൽ ഒരു പക്ഷിയുടെയോ അല്ലെങ്കിൽ മൃഗത്തിന്റെയോ ഒക്കെ ആവശ്യമായിരിക്കാം ആ ഒരു ഒരു അപേക്ഷയുടെ സ്വരമാണ് ആ ഒരു പദത്തിനുള്ളത്. വിട്ടയക്കുക അല്ലെങ്കിൽ ആവശ്യത്തിന്റെ, അതല്ലെങ്കിൽ ദയനീയമായിട്ടുള്ള ഒരു അപേക്ഷയുടെ ഒക്കെ സ്വരമായിട്ട് നമുക്ക് ആ ഒരു പദത്തെ ഉപയോഗിക്കാം. വിട്ടയക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പെറ്റ്സ്. പക്ഷികളായാലും മൃഗങ്ങളായാലും അതിനെ വളർത്തുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാവരുടെയും ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മള് ആ ഒരു പക്ഷിയാവട്ടെ, അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടി, അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടി, ഇവയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ എന്താണ് അവയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവയെ നമ്മൾ വളർത്തുന്നത്? പലപ്പോഴും അതിന്റെ ഭംഗി ആസ്വദിക്കാനായിരിക്കാം, അതിനോടൊപ്പം കളിക്കാനായിരിക്കാം, അതിനൊപ്പം ചിലവിടുന്ന ആ ഒരു രസകരമായിട്ടുള്ള നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഓരോരുത്തരും ഇത്തരം കിളികളെയും പക്ഷികളെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നത്. അതിനേക്കാൾ വലിയ മറ്റേ വലിയ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കല്ല, പെറ്റ്സിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ കവിതാഭാഗം എന്ന് പറയുന്നത് ഒരു കൂട്ടിൽ കിടക്കുന്ന, അല്ലെങ്കിൽ കൂട്ടിൽ കഴിയുന്ന ഒരു കിളിയുടെ ദുഃഖമാണ്. ഒരു കൂടെന്ന് പറയുന്നത് പാരതന്ത്ര്യത്തിന്റെ പ്രതീകമാണ്, സ്വാതന്ത്ര്യമില്ലായ്മയുടെ പ്രതീകമാണ്. അത്തരത്തിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കൂട്ടിൽ കഴിയുന്ന ഒരു കിളിയുടെ ദുഃഖമാണ് കവിതയിലുടനീളം വർണ്ണിക്കുന്നത്. അപ്പോൾ നമ്മള് ഒരു കിളിയെ അല്ലെങ്കിൽ ഒരു കൂട്ടിലിടുന്നു, അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയെ കൂട്ടിലിടുന്നു, അതിന് ആവശ്യ നേരത്ത് ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ പരിചരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ലാളനയും പരിചരണവും ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ ആ ഒരു പക്ഷിയുടെയോ മൃഗത്തിന്റെയോ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്ന ഒരു പാഠഭാഗമാണ് വിട്ടയക്കുക എന്നുള്ളത്. അപ്പോ ഈ ഒരു കവിത എടുത്തു നോക്കുമ്പോൾ ഇതൊരു പക്ഷിയുടെ, അല്ലെങ്കിൽ പക്ഷി ആവാം, അതല്ലെങ്കിൽ ഒരു പക്ഷി എന്നുള്ളതിലുപരി ചിലപ്പോൾ മനുഷ്യൻ തന്നെയാവാം. അടിമത്തം അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ വിചാരമായിട്ടൊക്കെ നമുക്ക് വായനക്കാരിലേക്ക് എത്തുമ്പോൾ അത് വായിക്കുന്നവന്റെ ഉള്ളറിഞ്ഞിരിക്കും. അപ്പൊ വായനക്കാർ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കവിതയുടെ ഉടനീളം ചിന്തിക്കുമ്പോൾ ചിലപ്പോ അടിമത്തം നേരിടുന്ന മനുഷ്യനാവാം, പക്ഷിയാവാം, മൃഗമാകാം, അതല്ല എങ്കിൽ സ്വാതന്ത്ര്യമാഗ്രഹിക്കുന്ന ആരുമാകും. അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്.
സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, യെസ്. യെസ്, എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഏഴാമത്തെ പാഠഭാഗം വിട്ടയക്കുക എന്ന ബാലാമണി അമ്മ തയ്യാറാക്കിയിട്ടുള്ള കവിതാഭാഗം. ക്ഷമിക്കണം, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായി ചർച്ച ചെയ്തത് ശീർഷകത്തിന്റെ ആ ഒരു അർത്ഥതലങ്ങളൊക്കെ ആയിരുന്നു. ബാലാമണിയമ്മ, ഈ കവിത തയ്യാറാക്കിയ ബാലാമണിയമ്മയെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൊണ്ട് ആരംഭിക്കാം. അപ്പോ ഈ ചിത്രത്തിൽ കാണുന്നതാണ് ബാലാമണിയമ്മ. മലയാളത്തിന്റെ പ്രശസ്തയായിട്ടുള്ള കവയിത്രിയാണ്. നിരവധി രചനകളാൽ സമ്പന്നമാണ്. നമ്മുടെ മലയാള സാഹിത്യത്തിൽ ബാലാമണിയമ്മയുടെ കവിതകൾ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അത്രത്തോളം മനോഹരമായിട്ടുള്ള കവിതകൾ നമുക്ക് മലയാളികൾക്ക് സംഭാവന ചെയ്ത എഴുത്തുകാരിയാണ് ബാലാമണിയമ്മ. അടിഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബാലാമണിയമ്മയുടെ ചെറിയൊരു ജീവചരിത്ര കുറിപ്പ് നൽകിയിട്ടുണ്ട്. വായിച്ചു നോക്കാം. പ്രധാനമായിട്ടും ജനനം തൃശൂർ ജില്ലയിലെ നാലപ്പാട്ട് തറവാട്ടിലാണ് ജനനം. പ്രശസ്ത കവിയായിട്ടുള്ള നാലപ്പാട്ട് നാരായണമേനോൻ എന്ന് പറയുന്നത് അമ്മാവനായിരുന്നു. പിന്നീട് പ്രധാനമായിട്ടുള്ള ജീവിതത്തിൽ നടന്ന പല പല കാര്യങ്ങളും ജീവചരിത്ര കുറിപ്പിൽ കാണാം. വായിച്ചു നോക്കുക. അതുപോലെ തന്നെ നിരവധി പുരസ്കാരങ്ങൾ, ബഹുമതികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഈ ഒരു ജീവചരിത്ര കുറിപ്പിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. പിന്നെ പ്രധാനമായിട്ടും മലയാളത്തിന്റെ എഴുത്തുകാരി, കഥകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന മാധവിക്കുട്ടി ബാലാമണിയമ്മയുടെ മകളാണ്. പിന്നെ പഠനം, മറ്റ് കാര്യങ്ങൾ, അവസാനം 5 വർഷത്തോളം അനുഭവിച്ച അൽഷിമേഴ്സ് രോഗത്തിന്റെ ഒടുവിൽ ആണ് ബാലാമണിയമ്മയുടെ മരണം. അതും 95-ാമത്തെ വയസ്സിൽ 2004 സെപ്റ്റംബർ 29 എന്ന് പറഞ്ഞിട്ടാണ് ജീവചരിത്ര കുറിപ്പ് അവസാനിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഗ്രന്ഥകാര പരിചയത്തില് പ്രധാനമായിട്ടും മാതൃത്വത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവയിത്രിയാണ് ബാലാമണിയമ്മ. നേരത്തെ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി ഇവിടെയും വ്യക്തമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഗ്രന്ഥകാര പരിചയത്തിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം തന്നെ. പ്രധാന കവിതകൾ സ്ത്രീഹൃദയം, പ്രഭാങ്കുരം, വെളിച്ചത്തിൽ, പ്രമാണം, സോപാനം, അങ്ങനെ തുടങ്ങിയ നിരവധി കവിതകൾ എല്ലാം അവിടെ ഉണ്ട്. എഴുത്തുകാരി മാധവിക്കുട്ടി, നേരത്തെ സൂചിപ്പിച്ച പോലെ മകളാണ് എന്നുള്ളത് അവിടെയും നൽകിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോ ബാലാമണിയമ്മയാണ് നമ്മുടെ കവിതയ്ക്ക് അല്ലെങ്കിൽ കവിത എഴുതിയിരിക്കുന്നത്. ഇത് മാധവിക്കുട്ടിക്കൊപ്പമുള്ള ബാലാമണിയമ്മയുടെ ചില ചിത്രങ്ങളാണ് വെറുതെ നൽകിയെന്നല്ലോ. ബാലാമണിയമ്മ, മകൾ മാധവിക്കുട്ടി അഥവാ കമലാസുരയ്യ. ഓക്കെ, നമ്മുടെ ആദ്യം ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ആധാരമാക്കിക്കൊണ്ട് അവരുടെ ഇത്തരത്തിൽ സ്വാതന്ത്ര്യത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരുപാട് കവിതകൾ അല്ലെങ്കിൽ കവിതകൾ രചിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കൂട്ടിലാക്കപ്പെട്ട കിളിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചിന്തയും അല്ലെങ്കിൽ അപേക്ഷയും, അതുപോലെ തന്നെ കൂട്ടിൽ കിടന്ന് അനുഭവിക്കുന്ന കിളികളുടെ മനോഭാവവും ഒക്കെ പല കവികളും
കവിതകളാക്കി മാറ്റിയിട്ടുണ്ട്, കഥയായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയാണ് നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് കൂട്ടിനകത്ത് അകപ്പെട്ട കിളിയല്ല, അകത്തേക്ക് ക്ഷണിക്കുകയാണ് ഒരു കുട്ടി. വളരെ പ്രശസ്തനായ അല്ലെങ്കിൽ പ്രസിദ്ധമായ ഒരു കവിതയും ഒരു കവിയുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്ന 3 പേരിൽ ഒരാൾ ഉള്ളൂർ എസ് പരമേശ്വരി തയ്യാറാക്കിയിട്ടുള്ള ഒരു കവിതാഭാഗമാണിത്. കവിതയിലെ ഒരു കുട്ടിയും ഒരു പ്രാവും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് കവിത പോകുന്നത്. പ്രാവേ പ്രാവേ പോകരുതേ, വാവ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. പ്രാവിന്റെ മറുപടിയും അതിനോടൊപ്പം കവിതയിൽ വരികളായിട്ട് നൽകിയിരിക്കുന്നു. കൊള്ളാം കുഞ്ഞെ നിന്നിഷ്ടം തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി പോകുന്നു. അപ്പോ ഈ കവിതയിൽ കാണുന്ന കുട്ടിയുടെ മനോഭാവമാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത്. നമ്മളെല്ലാവരും ആ പ്രാവിന്റെ അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ആ ഭംഗി ദിവസവും അടുത്ത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അതിനെ വളർത്തുന്നു, അല്ലെങ്കിൽ ഇപ്പൊ വിളിക്കുന്നു. അതിന് പാലും പഴവും നൽകിയിട്ട് നമ്മളുടെ തൊട്ടടുത്ത് ഏത് നിമിഷവും നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടില്, അല്ലെ? എന്തിനാ കൂട്ടിലിടുന്നത്? കൂട്ടിലല്ലെങ്കിൽ പാറിപ്പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ പറഞ്ഞ പാലും പഴവും എന്ന് പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്തും തരാം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ പ്രാവിന്റെ മനോഭാവമാണ്. പ്രാവ് വളരെ വ്യക്തമായി പറയുന്നു, നിന്റെ ഇഷ്ടമൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല, എനിക്ക് എങ്ങോട്ടേക്ക് പോകണം? ആകാശം നോക്കി സഞ്ചരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മാനം നോക്കി പോകുന്നു. ഉള്ളൂരിന്റെ പ്രശസ്തമായിട്ടുള്ള വരികളാണ്. അടുത്തതൊന്ന് നമുക്ക് നോക്കാം. ആധുനിക കവിത്രയത്തിലെ രണ്ടാമൻ ആശാൻ, കുമാരനാശാൻ, ഉള്ളൂർ. മൂന്നാമത്തെ ആള് വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹത്തിന്റെ കവിതയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വരി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരി. അതായത് കൂട് അത് സ്വർണത്തിൻ്റെതാണെങ്കിലും അല്ലെങ്കിൽ ഏത് ലോഹങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടാണെങ്കിലും ചിലപ്പോ ആ ഒരു കൂടിന് അഴിയോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് എവിടെയാണോ, നമുക്ക് കൂട് എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ഇപ്പൊ കാണണമെന്ന് പോലുമില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതൊരു സ്വർണത്തിന്റെ കൂടാണെങ്കിൽ പോലും സ്വാതന്ത്ര്യമില്ലായ്മ അത് ബന്ധനം തന്നെയാണ്. അല്ലെങ്കിൽ ആ കൂട് എത്ര സ്വർണത്താൽ മനോഹരമായി നിർമ്മിച്ചാലും കൂട് തന്നെയാണ്, ബന്ധനം തന്നെയാണ്. അപ്പോ ഈ കവിയുടെ ആമുഖം നമ്മൾ 1-2 തവണ പറഞ്ഞു കഴിഞ്ഞു. അതായത് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്നു എന്ന ദർശനം ഇന്നത്തെ കാലത്ത് വളരെ പ്രശസ്തമാണ്. നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് തുടിക്കുന്ന മനസ്സും ഈ പറയുന്ന രൂപത്തിൽ, അത് കിളിയാവട്ടെ അല്ലെങ്കിൽ മനുഷ്യനാവട്ടെ അല്ലെങ്കിൽ മൃഗമാവട്ടെ, ഏത് രൂപത്തിലും അത് തന്നെയാണ് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പോ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളതും ഒരു കൂട്ടിലകപ്പെട്ട അല്ലെങ്കിൽ കൂട്ടിനുള്ളിൽ കിടക്കുന്ന ആ കിളിയുടെ സങ്കടമാണ്. ആമുഖത്തിന്റെ ശീർഷകം തന്നെ അപ്രകാരമാണ്, കൂടറിയുന്നില്ല പക്ഷിതൻ സങ്കടം. അല്ലെ? കൂടിനെ അറിയില്ലല്ലോ, അപ്പൊ പക്ഷി അതിനുള്ളിൽ കിടക്കുന്ന ആ ഒരു സങ്കടം. അപ്പോ ആമുഖമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കുറച്ചും കൂടെ വിശദീകരിച്ച് നൽകിയിരിക്കുന്നു എന്ന് മാത്രം ഒന്ന് വായിച്ചു നോക്കുക. ഈ കിളിയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കവിതകളിൽ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മളെ സ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് തുടക്കം കുറിച്ചത് തന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിലൂടെ ആയിരുന്നു എന്നുള്ളത് ആമുഖഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് കാണാം. അപ്പോ ഇത്തരത്തിൽ ഒരുപാട് ശ്രദ്ധയാകർഷിച്ച ഒരു പ്രമേയം തന്നെയാണ് ഈ പറയുന്ന വിട്ടയക്കുക എന്ന് പറയുന്ന കവിതയും ചർച്ച ചെയ്യുന്നത്. ആദ്യ ഭാഗത്തിലെ വരികളിലേക്ക് നമുക്ക് കടക്കാം. വരികൾ ഇപ്രകാരമാണ്: വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ, ഞാനൊട്ട് വാനിൽ പറന്നു നടക്കട്ടെ,
സുപ്രഭാതം അടുത്തു, നഭസിലേക്ക് ഉൽപ്പതിക്കുന്നു മാമകവർഗക്കാർ. അപ്പോ കവിതയുടെ ആദ്യ വരി തന്നെ ഇപ്രകാരമാണ്: എന്നെ ഒന്ന് വിട്ടയക്കൂ. കൂട്ടിൽ കിടക്കുന്ന കിളി പറയുകയായിരിക്കാം, പക്ഷി ഇപ്രകാരം പറയുകയായിരിക്കാം. പക്ഷിയാണെന്ന് പല ഭാഗത്തും പറയുന്നില്ല, എന്നിരുന്നാൽ പോലും അത് ഒരു പക്ഷിയുടെ ചിന്ത തന്നെയാണ്. കാരണം ആകാശത്തേക്ക് പറക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ആ പക്ഷി ഇപ്രകാരം പറയുന്നു: എന്നെ ഈ കൂട്ടിൽ നിന്നും ഒന്ന് വിട്ട് അയക്കൂ. ഞാൻ ഒട്ട്, അല്ലെ, ഒട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊന്ന് അല്പം എന്ന അർത്ഥം. ഞാൻ അല്പം വാനിലൊന്ന് പറന്ന് നടക്കട്ടെ. എത്ര മനോഹരമായ കൂടാണെങ്കിലും ചിറകുള്ള പക്ഷികൾക്ക് ആകാശത്തേക്ക് ഉയർന്നു പറക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പ്രഭാതമാകുന്ന സമയത്തേക്ക് തനിക്ക് തന്റെ കൂട്ടുകാരൊപ്പം, അല്ലെ, തനിക്ക് വേണ്ട ആഹാരങ്ങൾ, അല്ലെ, തേടി ഇങ്ങനെ ആകാശം ചുറ്റി നടക്കുവാനാണ് ഓരോ പക്ഷിയും ആഗ്രഹിക്കുന്നത്. അപ്പൊ കൂട്ടിൽ നിന്ന് എന്നെ ഒന്ന് വിട്ടയക്കൂ, ഞാനൊന്ന് വാനിൽ പറന്ന് നടക്കട്ടെ. അപ്പോ അപ്രകാരമാണ് പറയുന്നത്. കാരണം സുപ്രഭാതം അടുത്തിരിക്കുന്നു. അതായത് പ്രഭാതമായി, രാവിലെയായി. നഭസിലേക്ക് ഉൽപ്പതിക്കുന്നു മാമകവർഗക്കാർ. നഭസ്, ആകാശം. നേരത്തെ പറഞ്ഞ മാതിരി ആകാശത്തേക്ക് എന്റെ കൂട്ടുകാർ, എന്റെ വർഗക്കാർ, മാമകം എന്റെ വർഗക്കാരെല്ലാവരും ഇതാ ആകാശത്തേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും പോവണം, എനിക്ക് അങ്ങോട്ടേക്ക് പറക്കാനായിട്ട് ആഗ്രഹമുണ്ട്, ഒന്നെന്നെ വിട്ടയക്കുക. അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാവരും പറന്ന് ആകാശത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൊച്ചു പക്ഷിയാം ഞാനോ, ഒരു ചെറിയ പക്ഷിയായ ഞാനോ, തമസിൽ താൻ അച്ച മാമി പുലർ വെളിച്ചത്തിലും. അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാവരും ഇതാ പറന്ന് ആകാശത്തേക്ക് പോകുന്നു. പക്ഷെ കൊച്ചു പക്ഷിയായ ഞാൻ തമസിലാണ്. തമസ്, ഇരുട്ടിലാണ്. പക്ഷെ രാത്രി ഒന്നായിട്ടില്ല. പക്ഷെ എങ്ങനെ? തമസിൽ താൻ അച്ഛമാമി പുലർ വെളിച്ചത്തിലും. അതായത് ഇവിടെ പുലർ വെളിച്ചമാണ്, അതായത് ഇരുട്ടാണ്, പക്ഷെ ഇപ്പോൾ പുലർ വെളിച്ചമാണ്. ഇരുട്ടെങ്ങനെയാ? ആ കൂട്ടിനുള്ളിൽ കിടക്കുന്ന ആ പക്ഷിക്ക് പുലർവെളിച്ചമാണെങ്കിൽ പോലും ഇരുട്ടിന് സമമാണ്. അച്ചം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, തെളിഞ്ഞത്. തെളിഞ്ഞ ഈ പുലർ വെളിച്ചത്തിലും ഞാൻ ഈ കൂട്ടിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ ഇരുട്ടിൽ തന്നെയാണ്. ഈ കൂടും ഇരുട്ടും എനിക്ക് ഒരുപോലെ തന്നെയാണ്. പഞ്ചരത്തിന്റെ ചുറ്റഴി ഓരോന്നും എന്നെ നോക്കി ചിരിപ്പതായി തോന്നുന്നു. പഞ്ചരം, കൂട്. അപ്പൊ എന്റെ മുൻപിൽ ഞാൻ നോക്കുമ്പോൾ എന്റെ ഈ കൂടാണ് കാണുന്നത്, ഈ കൂടിന്റെ അഴികളാണ് കാണുന്നത്. ഞാൻ ഇതിനുള്ളിൽ കിടക്കുമ്പോൾ എന്നെ പരിഹസിച്ചുകൊണ്ട്, എന്തിന് ഈ കൂടിന്റെ അഴികൾ, അല്ലെ, കൂടിന്റെ ഓരോ കമ്പികൾ പോലും, ചുറ്റഴികൾ ഓരോന്നും എന്നെ നോക്കി ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവർ എന്നെ പരിഹസിക്കുന്നു. ഞാനിവിടെ ഇങ്ങനെ കിടക്കുന്നതിൽ അവർക്ക് പോലും എന്നെ പരിഹസിക്കാൻ തോന്നുന്നുണ്ട്. അവരെന്നെ പരിഹസിക്കുകയാണ്. അതുകൊണ്ട് എന്നെ വിട്ടയക്കൂ, ഈ കൂട്ടിൽ നിന്ന് ഞാനൊന്ന് ആകാശത്തേക്ക് പാറിപ്പറക്കട്ടെ എന്നാണ് ആദ്യ ഭാഗത്തെ വരികളിൽ പറയുന്നത്. മർത്യർ തൻ പരിലാളനമൊന്നുമെന്നുൾത്തടത്തിന് ശാന്തിയെ നൽകിടാം. വിട്ടയച്ചാലും എന്നെ ഈ കൂട്ടിൽ നിന്നൊട്ടു പാറിപ്പറക്കട്ടെ വാനിൽ ഞാൻ. അപ്പൊ നമ്മള് പലപ്പോഴും പറയാറ്, നമ്മളിപ്പോ മനുഷ്യരെ എടുക്കാം. മനുഷ്യർക്ക് ഇപ്പൊ നമ്മൾ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളൊക്കെ കണ്ടൊരു യാത്ര പോയി എന്നിരിക്കട്ടെ. നമുക്ക് നമ്മുടെ സ്വന്തം വീട്, നമ്മളെ സ്വന്തം കട്ടില്, അതിൽ കിടക്ക, അതിന്റെ അത്ര സുഖവും സമാധാനവും നൽകുന്ന ഒന്നും ഉണ്ടാവില്ല എന്നാണ് സത്യം. അപ്പോ ഇവിടെ മനുഷ്യരുടെ പരിലാളനം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഭംഗിയിൽ ലയിച്ചിരിക്കുന്ന മനുഷ്യർ അതിനെ പല രൂപത്തിൽ ലാളിക്കും, വേണ്ടതെല്ലാം നൽകും. അപ്പോ ഈ പരിലാളനം ഒന്നും തന്നെ ആ പക്ഷിയുടെ മനസ്സിന് സന്തോഷം, ശാന്തി നൽകുന്നില്ല. നമ്മൾ കൂട്ടിൽ കിടക്കുന്ന പല പക്ഷികളെയും കണ്ടിട്ടുണ്ട്, വളരെ മനോഹരമായതാണ്. നമ്മൾ കയ്യിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സമയത്ത് പാറി വന്ന് അത് കഴിക്കുന്നത് കാണാം. അപ്പോ ഇത്തരത്തിൽ പക്ഷികള് നമ്മൾ വിചാരിക്കും സന്തോഷത്തോടു കൂടി ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ ചിറകടിച്ച് പറക്കുന്നു, എന്ത് ഭംഗിയാണ്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ, മർത്യർ, മനുഷ്യന്റെ ഒരു ലാളനയോ, അല്ലെ, അല്ലെങ്കിൽ ഒരു ലാളനവും ഈ പറയുന്ന ഉൾത്തടത്തിന്, പക്ഷിയുടെ ഉൾത്തടത്തിന്
ഒരു ശാന്തിയും അല്ലെങ്കിൽ ഒരു സമാധാനവും ഒരു സന്തോഷവും നൽകുന്നില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് വിട്ടയക്കൂ ഈ കൂട്ടിൽ നിന്ന്. ഞാൻ ഒന്ന് ആകാശത്തുകൂടെ, അല്ലെ, ആലോചിച്ച് നോക്കൂ. ചിറക് കെട്ടിയിടുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന. ആകാശത്തിലൂടെ പാറിപ്പറന്ന് ലോകം മുഴുവൻ ചുറ്റി കാണുന്ന പക്ഷിയെ പിടിച്ചാണ് കൂട്ടിലിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അപേക്ഷയാണ്, ഞാനൊന്ന് പാറിപ്പറക്കട്ടെ ആകാശത്തിലൂടെ, വാനം ആകാശത്തിലൂടെ. ഭംഗിയേറിയ പൊന്നിൻ മറയ്ക്കുള്ളിൽ ലിങ്ങഴലുകൾ ഉച്ഛ്വസിച്ചിടുന്നു. അശ്രു സഞ്ചയമാവിയായി പൊങ്ങിപ്പോയി അമ്പരത്തെ പുക പിടിപ്പിക്കുന്നു. എന്റെ മുൻപിൽ, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നത് ഭംഗിയേറിയ പൊന്നിൻ മറയ്ക്കുള്ളിലാണ്. ഭംഗിയുള്ളതും മനോഹരമായിട്ടൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഈ പക്ഷികളെയൊക്കെ കൂട്ടിലിടുന്ന സമയത്ത് വളരെ ആ പക്ഷിക്ക് അനുയോജ്യമായ ഭംഗിയിൽ താമസിക്കാൻ വേണ്ടി നമ്മൾ കൂടൊക്കെ കെട്ടിക്കൊടുക്കും. പക്ഷെ അത് എത്ര ഭംഗിയുള്ളതാണെങ്കിൽ പോലും അതിനുള്ളിൽ ശ്വസിക്കുന്നത് അഴലാണ്. അഴല്, അല്ലെ? അഴൽ എന്ന പദം ദുഃഖം എന്നർത്ഥം. കൂട്ടിൽ മനോഹരമായ പക്ഷിയുണ്ട്, കൂട് മനോഹരമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ശ്വസിക്കുന്നത്, ശ്വാസം വിടുന്നത്, പച്ചമലയാളത്തിൽ ആ കിളികൾ, അല്ലെങ്കിൽ ആ കിളി എന്താണ്? ദുഃഖത്തിലാണ്, അഴലിലാണ്, സങ്കടത്തിലാണ് എന്നർത്ഥം. അശ്രുസഞ്ചയം ആവിയായി പൊങ്ങിപ്പോയി അമ്പരത്തെ പുക പിടിപ്പിക്കുന്നു. അശ്രു, കണ്ണുനീർ. അപ്പോ ഈ കണ്ണുനീർ എന്ത് ചെയ്യുന്നു? അതായത് കിളിക്ക് സന്തോഷമില്ലല്ലോ. അപ്പൊ കണ്ണുനീർ എന്ന് പറയുന്നത് സങ്കടത്തിന്റെ പ്രതീകമാണ്. കൂട്ടിൽ കിടക്കുന്ന കിളിക്ക് സങ്കടമല്ലാതെ ഒരു രീതിയിലും സന്തോഷം വരുന്നില്ല. അതുകൊണ്ട് തന്നെ സങ്കടപൂർവം ഇരുന്ന് കരയുന്ന കിളിയുടെ ആ കണ്ണുനീരുകൾ സഞ്ചയമായി ഒരു കൂട്ടമായിട്ട് ആകാശത്തിലേക്ക്, ആകാശം, അമ്പരത്തിലേക്ക് പൊങ്ങിപ്പോയി അതിനെ പുക പിടിപ്പിക്കുന്നു. അതായത് ആ കരച്ചിലിന്റെ ആ ഒരു ശക്തി, അല്ലെങ്കിൽ ആ ഒരു ദൈർഘ്യം, അവയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് കിളി കൂട്ടിലായ അന്ന് മുതൽ ദുഃഖത്തിലാണ്. ആ ദുഃഖത്തിന്റെ ബാക്കി പത്രമായിട്ട് കിളി സങ്കടത്തോടു കൂടി ദിവസവും കരയുകയാണ്. കരഞ്ഞ് 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 ആ കണ്ണീരെല്ലാം ആവിയായി ഒരു ആകാശത്തിലേക്ക് പോയി അവിടെ പുക പിടിപ്പിക്കുന്ന രൂപത്തിൽ പോലും എന്ത് ചെയ്തിരിക്കുന്നു? വന്നിരിക്കുന്നു. അപ്പോ ഇത്രയുമാണ്, അല്ലെങ്കിൽ ഇത്രയും സങ്കടത്തോടു കൂടിയിട്ടാണ് ആ കിളിയുടെ അവസ്ഥ ഈ പറയുന്ന കൂടിനുള്ളിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. പാലും പഴവും ഉടമയുടെ ലാളനയും ഒന്നും തന്നെ മനഃശാന്തി ആർക്ക് നൽകുന്നില്ല? കിളിക്ക് നൽകുന്നില്ല. തന്നെ വിട്ടയക്കുക, ഈ പറയുന്ന ആ അനുവാദം മാത്രമാണ് തനിക്കിനി ആവശ്യമുള്ളത് എന്നാണ് കിളി പറയുന്നത്. അപ്പോ ഒന്നുകൂടെ, ഞാൻ പാറിപ്പറക്കട്ടെ വാനിലേക്ക് എന്ന് കിളി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വരികളിലേക്ക് കടക്കാം. പൂവണി മധുമാസ പുലർക്കാറ്റ് ജീവരാശിയെ തട്ടിയുണർത്തുമ്പോൾ ആശയം പുഴുവുള്ളിൽ കടന്നിട്ടെൻ ആശയത്തെ കരണ്ടു മുറിക്കുന്നു. സാന്ധ്യരാഗം നഭസിൽ പരക്കുമ്പോൾ ശാന്തിയറ്റൻ മനസ്സു പിടയ്ക്കുന്നു. അപ്പോ മധുമാസ പുലർക്കാറ്റ്, ഇത് പുലർക്കാലമാകുന്ന സമയത്ത് ഓരോ ദിവസവും, ഓരോ പ്രഭാതത്തിലും, ഓരോ രാവിലെയും എല്ലാ ജീവരാശികളും, അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം, സർവ്വ ജീവരാശികളും അല്ലെങ്കിൽ ഒട്ടുമിക്ക ജീവരാശികളെല്ലാം തന്നെ രാത്രിയിൽ എന്ത് ചെയ്യുന്നു? നമ്മളെ വിശ്രമത്തിലാണ്. ആ വിശ്രമത്തിന്റെ ദൈർഘ്യം അവസാനിക്കുന്നത് പുലർച്ചെയാണ്. ആ പുലർക്കാറ്റ് വീശുന്ന സമയത്ത് ജീവരാശിയുടെ ഓരോരോ തരിയും ഉണരുന്ന സമയത്ത്, അപ്പോഴും ഞാൻ ഉണർന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ, എൻ്റെ ഉള്ളിൽ ആശയം പുഴുവുള്ളിൽ കടന്നിട്ട് എൻ്റെ ആശയത്തെ കരണ്ടു മുറിക്കുന്നു. എന്താ അത്? ഇന്ന്, അല്ലെങ്കിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാം, എനിക്ക് എന്ത് ചെയ്യാം? ഇന്ന് ആകാശത്തിലോട്ട് പറക്കാം. അപ്പോ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് തൃഷ്ണ അന്തരംഗത്തെ കരണ്ട് തിന്നുന്ന ഒരു പുഴുവിനെ പോലെ ഈ പ്രത്യക്ഷപ്പെടുകയാണ്
ഈ കവിതയില് കവി അപ്രകാരം ഒരു പുഴുവിനെ അല്ലെങ്കിൽ ഒരു പുഴു ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ എന്താണ് ആ ഇളകുന്നത് പോലെ ആ തന്റെ മനസ്സിനുള്ള ആശയം ഒറ്റൊന്നുമല്ല, എങ്ങനെയെങ്കിലും ഈ കൂട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചുകൊണ്ട് പാറിപ്പറന്ന് എനിക്ക് ആകാശത്തിലേക്ക് പറന്നു പോകണമെന്ന ആ ആഗ്രഹം ഓരോ പുലർച്ചയിലും ഒരു പുഴു പോലെ മനസ്സിൽ കിടന്നിങ്ങനെ എന്ത് ചെയ്യാണ്, കരണ്ട് മുറിക്കുകയാണ്. എന്നാൽ സാന്ധ്യരാഗം നഭസിൽ പരക്കുമ്പോൾ, എല്ലാ ദിവസവും രാവിലെ ഈ ആഗ്രഹം മനസ്സിലുണ്ട്, ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും, ഇന്നെങ്കിലും എൻ്റെ അപേക്ഷ കേൾക്കും, എന്നെ ഇന്ന് വിട്ടയക്കും, ഇതൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ സാന്ധ്യരാഗം നഭസിൽ പരക്കുമ്പോൾ, സന്ധ്യയായി, ഇരുട്ടായി, പ്രഭാതം മുതൽ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ പോകാം. പക്ഷേ നഭസിൽ, ആകാശത്തിലേക്ക് സന്ധ്യ പരന്ന് ഇരുട്ടിലേക്ക് കൂപ്പുകൈ കുത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇരുട്ട് നഭസിലേക്ക് പരക്കുന്ന സമയത്ത് ശാന്തിയറ്റൻ മനസ്സ് പിടയ്ക്കുന്നു. ശാന്തി നഷ്ടപ്പെട്ടുകൊണ്ട് മനസ്സ് വീണ്ടും ഇടയ്ക്കാണ്, എനിക്ക് ഇന്നും പോകാനായി കഴിഞ്ഞില്ല, ഇനി പോകാൻ കഴിയുമോ? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ട് ആ ഒരു ദിവസവും അവസാനിക്കുകയാണ്. ഓരോ പുലർച്ചയിലും രാവിലെ ഈ പറയുന്ന രൂപത്തിൽ മനസ്സിലേക്ക് ഒരു പുഴുവെന്ന കണക്കെ ഇന്ന് എനിക്ക് മുക്തി നേടാം, അല്ലെങ്കിൽ എനിക്ക് ഈ കൂട്ടിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചുകൊണ്ട് എൻ്റെ പാരതന്ത്ര്യം അവസാനിപ്പിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കും. പക്ഷേ സന്ധ്യയാകുമ്പോൾ ആ ശാന്തിയറ്റ് മനസ്സ് പിടയ്ക്കുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ, ഞാൻ ഒട്ടുവാനിൽ പറന്ന് നടക്കട്ടെ. വീണ്ടും പക്ഷിയുടെ അഭ്യർത്ഥനയാണ്, അല്ലെങ്കിൽ അനുവാദം ചോദിക്കുകയാണ്. എനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് എന്നെ ഈ കൂട്ടിൽ നിന്നും എന്ത് ചെയ്യൂ, ഒന്ന് വിട്ടയക്കാനായിട്ട് ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ വരികളിൽ പറയുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ പറയുന്ന കവിതയുടെ ആദ്യ ഭാഗങ്ങളുടെ ആശയങ്ങളാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഈ പറയുന്ന കിളിയുടെ കൂട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആ കിളിയുടെ ദുഃഖം തന്നെയാണ് ഈ കവിതയിൽ ഉടനീളം. അപ്പൊ ഈ പറഞ്ഞ അടിമത്തം എവിടെയൊക്കെ ഉണ്ട്, ആ വ്യക്തിയുടെ ആത്മരോധനം ആണ് ഈ കവിതയിൽ ഉടനീളം. അത് മനുഷ്യനാവാം, പക്ഷിയാവാം, ഏത് രൂപത്തിലും ആവാം. പ്രഭാതത്തിൽ കിളികൾ വാനിൽ ഉയർന്ന് പറക്കുന്നത് കാണുന്ന സമയത്ത് കൂട്ടിൽ കിടക്കുന്ന കിളിയുടെ സങ്കടം, നേരത്തെ പറഞ്ഞ പോലെ പാലും പഴവും ഉടമയുടെ ലാളനയും ഒന്നും തന്നെ ഈ കിളിക്ക് സന്തോഷം, മനഃശാന്തി നൽകുന്നില്ല. അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഇത് തന്നെയാണ് പ്രധാനമായിട്ടും ആദ്യ ഭാഗത്തിൽ പറയുന്നത്, വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോ ശ്രദ്ധയോട് കൂടിയിട്ട് അടുത്ത വരികളിലേക്ക് നമുക്ക് എത്താം. അപ്പോ നമ്മൾ അടുത്ത വരി കാണുന്നുണ്ട്, ശ്രദ്ധിക്കാം. കാൺമതുണ്ടതാ തെല്ലകലത്തിലെൻ ജന്മഭൂമിയാം കാനനം മോഹനം. അപ്പോ ജന്മഭൂമിയായിട്ടുള്ള കാനനം കിളിക്ക് മുൻപിൽ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ പ്രത്യക്ഷപ്പെടുകയാണ് സത്യം പറഞ്ഞാൽ ഈ വരികളിലൂടെ. അതായത് തനിക്ക് പോകേണ്ട അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, താൻ ജനിച്ചു വളർന്ന തൻ്റെ ജന്മഭൂമിയായ കാനനം കാട്, ആ കാടാണ് കിളിക്ക് മുൻപിൽ ഒരു സ്വപ്നത്തിലെന്ന പോലെ പ്രത്യക്ഷപ്പെടുന്നത്. എന്തൊക്കെയാണ് ആ സ്വപ്നഭൂമിയിൽ, ജന്മഭൂമിയിൽ മോഹിപ്പിക്കുന്നതായിട്ട് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് അടുത്ത വരികളിൽ നമുക്ക് നോക്കാം. താമര മലർ കയ്യാൽ തടാകങ്ങൾ പ്രേമമോടെന്നെ അങ്ങ് വിളിക്കുന്നു. ആ ജന്മഭൂമിയായ കുറച്ച് അകലത്തിലുള്ള ആ കാട്ടിലെ മനോഹരമായ ദൃശ്യത്തിൽ ആദ്യം പറയുന്നത്, വളരെ സ്നേഹത്തോടെ എന്നെ വിളിക്കുകയാണ്. ആര്? താമര മലർ കയ്യാൽ തടാകങ്ങൾ എന്നെ വിളിക്കുന്നു. ഒരു താമര പൂവിന്റെ കൈ കൊണ്ട്, അല്ലെ, അല്ലെങ്കിൽ ആ താമരയാകുന്ന കൈകൾ കൊണ്ട് തടാകങ്ങൾ എന്നെ വിളിക്കുകയാണ്. അപ്പൊ തടാകം വിളിക്കുന്നു. ആ തടാകത്തിലെ താമര എന്ന് പറയുന്ന മലർ പൂവിനെ അവർ കൈയാക്കിയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന കവി കൈയോടാണ് ഉപമിച്ചിരിക്കുന്നത്. തടാകങ്ങളിലെ താമരകളാകുന്ന കൈകൾ തന്നെ സ്നേഹത്തോടെ കൂടി എന്നെ അങ്ങോട്ട് വിളിക്കുകയാണ്, ആ കാനനത്തിലേക്ക്. പുൽത്തളിരുകൾ പൂന്തുകിൽ നെയ്യുന്നു. പുല്ലിന്റെ തളിരുകൾ പൂന്തുകിൽ നെയ്യുന്നതാണ്. പൂന്തുകിൽ, മനോഹരമായ വസ്ത്രം. എവിടെ?
ആ പുഷ്പരാജികൾ പുഞ്ചിരി കൊള്ളുന്നു, മത്തഭൃംഗങ്ങൾ മണ്ടിക്കളിക്കുന്നു, പത്രവല്ലികൾ ചുറ്റും പടരുന്നു. അപ്പൊ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. താമരക്കൈകൾ പോലെ തടാകങ്ങൾ വിളിക്കുകയാണ്. പുല്ലിന്റെ തളിരുകളെല്ലാം തന്നെ മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ നെയ്യുകയാണ്. പുഷ്പരാജികൾ, പുഷ്പം, പൂക്കൾ, രാജിക്കൂട്ടം, പൂക്കളുടെ കൂട്ടങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് മനോഹരം. നമുക്ക് പൂക്കൾ എന്ന് പറയുന്നത് എന്നും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മൾക്ക് മുൻപിൽ നിൽക്കുന്ന ഒരു കൊച്ചു പൂവാണെങ്കിൽ അത് നമുക്ക് സന്തോഷം തരുമ്പോൾ ഒരു കൂട്ടം പുഷ്പം നമുക്ക് അല്ലെങ്കിൽ പൂക്കൾ നമുക്ക് എത്രത്തോളം സന്തോഷം. അത് പുഞ്ചിരിച്ചുകൊണ്ട് അല്ലെ. ശരിക്കും പുഞ്ചിരി എന്നൊക്കെ ഉള്ളത് ഒരു മാനുഷിക ഭാവം നൽകുകയാണ് കവിയോടെ നൽകുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ പുഞ്ചിരിക്കാനുള്ള കഴിവ് പുഷ്പത്തിനില്ല. അപ്പൊ പുഷ്പം പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്തോഷപൂർവ്വം നല്ല വിടർന്ന് മനോഹരമായ രൂപത്തിൽ അല്ലെ. ഒരിക്കലും വാടി തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പൂവിനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് ഒരിക്കലും എന്ത് ചെയ്യില്ല, പറയില്ല. അപ്പോ ഈ പറയുന്ന പുഷ്പരാജികൾ, പൂക്കളുടെ കൂട്ടങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. മത്തവൃംഗങ്ങൾ മണ്ടിക്കളിക്കുന്നു. മത്തവൃംഗങ്ങൾ, മത്ത് പിടിച്ച വൃംഗങ്ങൾ, അതാണ് മത്തവൃംഗങ്ങൾ. വിഗ്രഹിച്ച അപ്രകാരം കിട്ടും. മത്തവൃംഗങ്ങൾ എന്ന് വിഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ മത്ത് പിടിച്ച വൃംഗങ്ങൾ. മത്ത് അല്ലെ, മത്ത് പിടിക്കുക. നമ്മളെല്ലാവർക്കും അറിയാം എന്താണ്, ഈ അമിതമായ മധുരമൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മത്താകും അല്ലെ. ഇവിടെ പൂക്കളിൽ നിന്ന് മധുരം നുകരാൻ വരുന്ന ആരാണ്? വണ്ടുകളാണ് അല്ലെ. വണ്ടുകള്, പൂമ്പാറ്റകളൊക്കെയാണ്. വൃംഗങ്ങൾ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ വണ്ടുകളെയാണ്. അപ്പൊ വണ്ടുകളും ഈ പറഞ്ഞ പൂക്കളെ തേടിയെത്തുന്നത് അതിനുള്ളില് തനിക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് രുചികരമായ ആ ഒരു തേൻ ലഭിക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തേനെല്ലാം, പൂക്കളിൽ നിന്നെല്ലാം നല്ല സ്വാദുള്ള തേൻ കഴിച്ചിട്ട് അവരെല്ലാവരും മത്ത് പിടിച്ച് മണ്ടി കളിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പൂവാകുമ്പോൾ പൂവിന് ചുറ്റും ഈ പറയുന്ന തേൻ നുകരാൻ വരുന്ന വണ്ടുകൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടാവും. അതാണ് ഇവിടെ സാഹിത്യപരമായി വിവരിക്കുന്നത്. പത്രവല്ലികൾ ചുറ്റും പടരുന്നു. പത്രം, പത്രം എന്ന് പറഞ്ഞ ഇല. പത്രവല്ലികൾ, വല്ലി മീൻ വല്ലിയോട് ഉദ്ദേശിക്കുന്നത് വള്ളികളാണ്. ഇലകളും വള്ളികളും ഒക്കെ ഇങ്ങനെ ചുറ്റും പടർന്നുകൊണ്ട്, നമുക്കറിയാം നമ്മുടെ പ്രകൃതിയിൽ സാധാരണ ചെടികളായിട്ടും കുറ്റിച്ചെടികളായിട്ടും വള്ളിച്ചെടികളായിട്ടും ഒക്കെ ഒരുപാട് മനോഹരമായിട്ടുള്ള പൂക്കളും പ്രകൃതിക്ക് മനോഹരമായിട്ടുള്ള ദൃശ്യം പകരുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇവിടെ മനോഹരമായ വള്ളികൾ എന്ത് ചെയ്യാണ്, പടർന്നുകൊണ്ട് ഇരിക്കുന്നതായിട്ട് അവിടെ നമുക്ക് കാണാം. അപ്പോ അടുത്ത വരി, ആ ലസധ്വനത്തിന് മീതെയൊരു നീലമേലാപ്പു കെട്ടിയ വാനിടം. ആ ലസധ്വനത്തിന് മീതെ ഒരു, അടുത്ത വരി അപ്പുറത്തെ പേജിലുണ്ട്, നീല മേലാപ്പു കെട്ടിയ വാനിടം. അപ്പൊ ഇത്രയും കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ, ലസം അല്ലെ, ശോഭിക്കുന്ന, തിളങ്ങുന്ന, അപ്പൊ ഇത്രയും തിളക്കമുള്ള മനോഹരമായിട്ടുള്ള ആ കാനന കാഴ്ചകൾ ഒരു സ്വപ്നത്തിൽ എന്ന വണ്ണം കിളിയുടെ മനസ്സിലിങ്ങനെ വരികയാണ്. തൻ്റെ നാട്, തൻ്റെ വീട്, തൻ്റെ കാട്, തനിക്ക് വേണ്ടിയിട്ട് ഇതാ അവരെല്ലാവരും എന്ത് ചെയ്യാണ്, തനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടേക്ക് ആ മനോഹരമായ ആ ആകാശത്തിന്റെ ചുവട്ടിലുള്ള തൻ്റെ സ്വപ്നഭൂമിയായ കാനനം തന്നെ മാടി വിളിക്കുകയാണ്. അപ്പോ അവിടേക്ക് പോകാനാണ് ആരാഗ്രഹിക്കുന്നത്? ഈ പറയുന്ന കിളി, പക്ഷി ആഗ്രഹിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ജന്മഭൂമിയായിട്ടുള്ള കാനനം കിളിക്ക് മുൻപിൽ ഇങ്ങനെ വരികയാണ്, അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ കാണുന്നു. അപ്പോ ഈ കാണുന്നത് പക്ഷിയുടെ കണ്ണുകൊണ്ടല്ല, പക്ഷിയുടെ അകക്കണ്ണുകൊണ്ടാണ്. നമ്മള് സ്വപ്നത്തിൽ എന്ന പോലെ അവിടേക്ക്, അല്ലെങ്കിൽ തൻ്റെ ജന്മഭൂമിയെ കുറിച്ചുള്ള ചിന്തകളും മറ്റുമൊക്കെ ഇവിടെ വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുകയാണ് ബാലാമണി അമ്മ. പറയുന്ന കാനന ഭൂമി എന്ന് പറയുന്നത് വളരെ മനോഹരമായ തടാകവും അല്ലെങ്കിൽ പൂക്കളും വണ്ടുകളും അതല്ല എന്താണ് വള്ളികൾ, പടർന്നു പിടിക്കുന്ന വള്ളികളും ഒക്കെയുള്ള കാഴ്ചകളാൽ സമ്പന്നമാണ്. അവരെല്ലാവരും ഈ പറയുന്ന ജന്മഭൂമിയായിട്ടുള്ള കാനനത്തെ ഭംഗി കൂട്ടുന്നു. ആ കാനനത്തിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ജന്മഭൂമിയിലേക്കാണ്
ആർക്ക് പോകേണ്ടത്? ആ ഒരു കിളിക്ക് പോകേണ്ടത്. അപ്പോ ഇനിയും തനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ തനിക്ക് ധന്യമായിട്ട് ഒരു ഭാവി ഇനിയും ഉണ്ട്. ഇനിയും ചിറകടിച്ചു വരാൻ കിളി സജ്ജമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ആകെ വേണ്ടത് എന്താണ്? അനുവാദം മാത്രമാണ്. അപ്പോ ഈ സ്വാതന്ത്ര്യമാണ് തനിക്ക്, അല്ലെങ്കിൽ ആ ജീവിതത്തിന്റെ ആധാരം എന്ന ദർശനമാണ് ഈ കവിതയുടെ തന്നെ ആത്മാവ് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. അതിലൊപ്പം തന്നെ നൽകിയിരിക്കുന്ന മറ്റൊരു പദം അല്ലെങ്കിൽ മറ്റൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അതായത് ഈ പറയുന്ന ഞാൻ ആദ്യ ഭാഗത്തിൽ ആമുഖം എന്ന വണ്ണം പറഞ്ഞിരുന്നു, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യനെയോ അല്ലെങ്കിൽ മറ്റേത് ജീവരാശിയെ വേണമെങ്കിലും നമുക്ക് അവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഈ കവിതയിലെ ആശയങ്ങളൊക്കെ നമുക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ചിന്തകളിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിക്കും. എന്തിന്? സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് അവയിൽ ആദ്യമായിട്ട് വരുന്നത് എന്നുള്ള അവിടെ സൂചിപ്പിക്കുന്നു. കാരണം നിലവിലുള്ള കുടുംബ നിയമങ്ങളും സാമൂഹിക ആചാരങ്ങളും സമൂഹത്തിലെ പുരുഷ കേന്ദ്രീകൃത നിലപാടുകളും ഈ സ്ത്രീകളെ കൂട്ടിലടക്കപ്പെട്ട കിളിയുടെ അവസ്ഥയിലേക്ക് നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അതിലേക്ക് പ്രധാനമായിട്ടുള്ള വരുന്ന ഒരു പോയിന്റ് ആയിട്ട് ഈ പറയുന്ന ഇതിലേക്ക് നമ്മൾ പലപ്പോഴും സ്ത്രീകളെ ഒരു കിളിയോട് ഉപമിക്കാറുണ്ട് അല്ലെ? എങ്ങനെ? വീടാം കൂട്ടിൽ അകപ്പെടുന്ന തത്തമ്മകളെ പോലെയാണ് ചില സ്ത്രീകളുടെ ഇന്നൊക്കെ. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം, ഒരുപാട് മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സ്ത്രീകൾ എല്ലാവരും അവരുടെ കർമ്മരംഗത്തേക്ക്, സ്ത്രീ ശാക്തീകരണം അതിനനുസരിച്ച് നടക്കുന്നുണ്ട്. അപ്പോ അവരുടെ രംഗത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അവയെല്ലാം തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഒപ്പം കൂട്ടി വായിക്കാവുന്നതാണ് എന്നുള്ളത് ഇവിടെ നൽകിയിരിക്കുന്നു. അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, അവസാന വരി പ്രകാരമായിരുന്നു, ആ ലസധ്വനത്തിന് മീതെയൊരു നീല മേലാപ്പ് കെട്ടിയ വാനിടം. അപ്പൊ നീല അല്ലെ, ഒരു നീല നിറത്തിലുള്ള, നമ്മൾ ആകാശം ഏതാ നിറന്ന് വെച്ചാൽ നമ്മൾ നീല എന്ന് പറയും അല്ലെ? അപ്പൊ നീല മേലാപ്പ് കെട്ടിയിട്ടുള്ള ആ ഒരു ആകാശത്തിന് ചുവട്ടിലാണ് ഈ പറയുന്ന പ്രത്യക്ഷത്തിലുള്ള ഈ ജന്മഭൂമി, ഈ കാനനം എന്ന് പറയുന്ന കിളിയുടെ ഈ കാഴ്ചകളെല്ലാം തന്നെ അവിടെയാണ്. കാത്തു നിൽക്കുന്നു സസ്നേഹമായെന്നെ മൂർധനി മുകർന്നോമനിച്ചിടുവാൻ. കാത്തു നിൽക്കുകയാണ്, അവരെന്നെ കാത്തിരിക്കുന്നു. അയ്യോ, എന്നെ അവർ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? സസ്നേഹമായെന്നെ, വളരെ സ്നേഹത്തോടു കൂടിയിട്ട് എന്നെ ഓമനിച്ച്, എന്റെ നെറുകയിൽ ഒന്ന് ഓമനിച്ച് ഉമ്മ വെക്കുവാൻ, കെട്ടിപ്പിടിക്കുവാൻ, നുകരുവാൻ എന്നെ അവർ കാത്തിരിക്കുകയാണ്. പക്ഷിയുടെ അപേക്ഷയാണ്, കിളിയുടെ അപേക്ഷയാണ്. ആ അനുവാദം മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, പ്രതീക്ഷിക്കുന്നതും അതുകൊണ്ടാണ്. എനിക്ക് വേണ്ടത് വിമോചനം മാത്രമാണ്. ആ വിമോചനത്തിന് മാത്രമേ എന്നെ ശാന്തിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏക പോംവഴി. അതുകൊണ്ട് എന്നെ കാത്തു നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് എന്നെ വിട്ടയക്കുക, കൂട്ടിൽ നിന്നെന്നെ. ഞാൻ ഒട്ടു പാറിപ്പറക്കട്ടെ വീണ്ടുമേ. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിട്ടയക്കുക. കാരണം അവരെല്ലാവരും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ വീണ്ടും ആകാശത്തിലോട്ട് പാറിപ്പറക്കട്ടെ എന്നാണ് ഇവിടെ അവസാന വരികളിൽ പോലും എന്ത് ചെയ്യുന്നത്? ആവർത്തിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ കവിതാഭാഗം. അപ്പോ കവിതയിൽ ഉടനീളം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ആ ഒരു സ്വാതന്ത്ര്യം എന്ന ആശയത്തെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് നമ്മളുടെ എഴുത്തുകാരി അല്ലെങ്കിൽ ബാലാമണിയമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു കവിതയിൽ ഉടനീളം തന്നെ ആ ഒരു കിളിയുടെ ആ ഒരു പാരതന്ത്ര്യം വളരെ വ്യക്തമായിട്ടും, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന കിളിയുടെ മനസ്സ് വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ എത്ര മനോഹരമായ കാഞ്ചന കൂടാണെങ്കിലും അത് ബന്ധനം തന്നെയാണ് എന്നുള്ളത് ആ സന്ദേശം ഈ പറയുന്ന കവിതയിൽ ഉടനീളം തന്നെ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇതാകും. അപ്പൊ എത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും തടവറയിൽ കിടക്കുന്ന സ്വാതന്ത്ര്യദാഹമുള്ള ഏതൊരാളുടെയും മനസ്സ് എന്നും അസ്വസ്ഥ ആയിരിക്കും. അത് മനുഷ്യരാണ്, അല്ലെങ്കിൽ മനുഷ്യൻ എത്ര തന്നെ പരിചരിച്ചിട്ടുണ്ടെങ്കിലും ആകാശവും കാടും തന്നെയാണ് മനസ്സിന് ശാന്തി നൽകുന്ന കിളികളുടെ ഇടങ്ങൾ. ഇപ്പൊ ഈ പറയുന്ന കിളികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കിളികൾക്ക് എന്നും ആ മനസ്സിന് ശാന്തി നൽകുന്നത് അവിടെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
അവിടേക്ക് പോകുവാനാണ് ഓരോ തവണയും വീണ്ടും 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 എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കവിതയിൽ ഇതാക്കുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ കവിതാഭാഗം. ശ്രദ്ധിക്കുക. അപ്പോ ഓക്കെ, അപ്പൊ നമ്മുടെ കവിതാഭാഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ എളുപ്പമുള്ള ഒരു പാഠഭാഗം തന്നെയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പാഠഭാഗം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അവതാരണ ചോദ്യങ്ങളും അപഗ്രഥന ചോദ്യങ്ങളും എല്ലാം തന്നെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നൽകിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ കവിതയുടെ ഇത് ആശയം ഒരിക്കൽ കൂടി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയായിട്ടുള്ള ബാലാമണിയമ്മ തയ്യാറാക്കിയിട്ടുള്ള വിട്ടയക്കുക എന്ന കവിതാഭാഗം പൂർണ്ണമായിട്ടും ഒരു കൂട്ടിൽ കിടക്കുന്ന കിളിയുടെ ദുഃഖത്തെ എടുത്തു കാണിക്കുന്നു. അതിലുപരി ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, അതൊരു കിളിയുടെ ദുഃഖം മാത്രമല്ല, അടിമത്തം നേരിടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ ഒരു മനുഷ്യനാവാം, ഏത് രൂപത്തിലാണെന്നെങ്കിലും അവരുടെയൊക്കെ ദുഃഖമായിട്ട് മാറുന്ന ഒന്നാണ് ഈ പറയുന്ന നമ്മളുടെ മനോഹരമായിട്ടുള്ള ആ ഒരു കവിത. അടിമത്തം നേടുന്ന ജനത എവിടെയാണെങ്കിൽ പോലും അല്ലെ, ആ കൂടിന്റെ അഴികൾ മാത്രം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, കൂടിന്റെ അഴികളാണ്, അല്ലെങ്കിൽ അഴികൾ എന്ന് പറയുന്നത് കാഴ്ചയിൽ തരുന്ന അഴികൾ മാത്രമല്ല, അല്ലാത്ത അഴികളും ഒക്കെ ഉണ്ട്. അപ്പൊ മാതൃത്വവും കുടുംബാന്തരീക്ഷവും ഒക്കെ വളരെ മനോഹരമായിട്ട് ഭദ്രമായിട്ട് കൈകാര്യം ചെയ്യുന്ന ബാലാമണിയമ്മയുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള കവിത തന്നെയാണ് വിട്ടയക്കുക എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ. അത്രത്തോളം മനോഹരമായിട്ടുള്ള രചനയായിരുന്നു. അപ്പോ എല്ലാവർക്കും ക്ലാസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആശയം നിങ്ങളിലേക്ക് എത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മളെല്ലാവരും പക്ഷികളെ വളർത്തണ്ട എന്നല്ല, ഈ പറയുന്ന രൂപം നമ്മുടെ കവിതയുടെ ആശയം ഇപ്രകാരമാണ്. പാലും പഴവും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഉടമസ്ഥന്റെ ലാളനയൊന്നും തന്നെ യാതൊരു വിധത്തിലും ആ കൂട്ടിൽ കിടക്കുന്ന പക്ഷിക്ക് യാതൊരു വിധത്തിലും മനഃശാന്തി നൽകുന്നില്ല. അവയുടെ മനസ്സെപ്പോഴും ഈ പറയുന്ന രൂപത്തിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആ ഒരു ആഗ്രഹം തന്നെയായിരിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. സോ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ അടുത്ത ഒരു ക്ലാസ്സോട്, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പുതിയ പാഠഭാഗവുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.